ഹലോ മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ. ദാമ്പത്യത്തിലെ പ്രണയം നഷ്ടമായാൽ അത് തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? വിവാഹ ജീവിതം ആരംഭിക്കുമ്പോൾ പലപ്പോഴും ഭയങ്കര പുതുമയും ഭയങ്കര രസവും ഭയങ്കര റൊമാൻസും അല്ലേ, ഭയങ്കര ഒരു എൻജോയ്മെൻറ്റും ഭൂരിഭാഗം ആളുകളുടെ ലൈഫിലും നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് വന്നതുപോലെ തന്നെ അതിവേഗം അത് വിരസതയിലേക്ക് വഴിമാറുന്നതും നമ്മളിപ്പോൾ കാണുന്നുണ്ട്. നിരവധി ദമ്പതികൾ നേരിടുന്ന ഒരു പ്രശ്നമാണ് നമ്മൾ ഈ പറയുന്ന ദാമ്പത്യത്തിലെ പ്രണയം നഷ്ടമാകുന്നത്. പ്രണയിച്ചാലും അല്ലാതെയും ഒക്കെ നടക്കുന്ന വിവാഹങ്ങളിൽ ഈ പ്രശ്നം വളരെ കോമൺ ആയിട്ട് കാണുന്നതാണ്. ആദ്യ ദിനങ്ങളിലെ ആ റൊമാൻസും പിണക്കവും പിണങ്ങിയാൽ ഇണങ്ങാനുള്ള തിടുക്കവും ആ ഇണക്കവും ഒക്കെ എവിടേക്കോ പോയി പോവും. ജീവിതകാലം മുഴുവൻ പ്രണയിക്കും, എന്നെന്നും നമുക്ക് ഹണിമൂൺ ആയിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട്, അല്ലെങ്കിൽ എന്നൊക്കെ സ്വപ്നം കണ്ടിട്ടായിരിക്കും ഓരോ വ്യക്തികൾ ഒരു മാരേജിലേക്ക് എൻ്റർ ചെയ്യുക അല്ലേ. പക്ഷെ അത് നടക്കുന്നില്ല പ്രോപ്പറായിട്ട്. എന്തുകൊണ്ടായിരിക്കും? ഈ ഒരു അവസ്ഥയിൽ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? തിരിച്ചു പിടിക്കാൻ നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? എന്നും പുതുമയോടെ ജീവിതം ആസ്വദിക്കാനാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത് അല്ലേ. പക്ഷെ സ്വാഭാവികമായിട്ടും അതങ്ങ് നിലനിൽക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം, ആ ഒരു സത്യം. അപ്പോൾ ചുമ്മാ നമുക്ക് പുതുമ നിലനിർത്താനും അത് സൃഷ്ടിക്കാനും നമുക്ക് ആവാൻ പറ്റില്ലേ? നമുക്ക് ശ്രമിക്കാൻ പറ്റില്ലേ? അങ്ങനെ ബന്ധം വിരസതയിലേക്ക് വഴുതി വീഴുന്നത് തടയാൻ നമുക്ക് കുറച്ച് കാര്യങ്ങൾ ശ്രമിക്കാൻ സാധിക്കും. അതിനെപ്പറ്റിയിട്ടാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു ഉമൈസിയാസ് യൂട്യൂബ് ചാനൽ. ഫസ്റ്റ്, സമയമാണ് ഏറ്റവും ആദ്യം എനിക്ക് നിങ്ങളോട് പറയാനുള്ള പോയിന്റ്. നിങ്ങളുടെ ജീവിതത്തിൽ സമയത്തേക്കാൾ മറ്റ് വിലയുള്ള ഒന്നും തന്നെ ഇല്ലടോ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എത്ര തിരക്കിലായാലും നമ്മുടെ പങ്കാളിക്ക് വേണ്ടിയിട്ട് നമ്മൾ സമയം കണ്ടെത്തുക എന്നുള്ളതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു പോയിന്റ്. ആ സമയം കണ്ടെത്തുന്നത് വളരെ അത്യാവശ്യവുമാണ്. അപ്പോൾ സ്നേഹത്തോടെയും സന്തോഷത്തോടെയും ഒക്കെ നമ്മൾ ഈ ചിലവഴിക്കുന്ന ഈ സമയമുണ്ടല്ലോ, അത് നിങ്ങളുടെ പരസ്പരമുള്ള ബന്ധത്തെ സുദൃഢമാക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ജോലി തിരക്കുകളും കുട്ടികളെ നോക്കണമെന്ന് പറയുന്ന കുറേ ഉത്തരവാദിത്തങ്ങളും ഒക്കെ നമുക്കുണ്ടാകും അല്ലേ. അതൊന്നും നമ്മൾ മാറ്റിവെക്കാനോ നമുക്ക് തള്ളിക്കളയാനോ പറ്റുന്ന കാര്യങ്ങളല്ല. പക്ഷെ ഇതിൻ്റെ ഒക്കെ ഇടയിലും നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യണം. നമ്മുടെ കുറച്ച് സമയം നമ്മുടെ ഭാര്യയ്ക്ക്, കുറച്ച് സമയം എൻ്റെ ഭർത്താവിന് എന്ന് നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യുമ്പോൾ അവിടെ ജനിക്കുന്ന പ്രണയമാണ് അല്ലേ. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ. അപ്പോൾ പങ്കാളി നമ്മളോടൊപ്പം ചിലവഴിക്കുന്ന ആ സമയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കണം. അതിനെക്കുറിച്ച് ചിന്തിക്കാതെ നമ്മൾ ജോലിയിൽ അല്ലെങ്കിൽ മറ്റ് പല തിരക്കുകളിലും ഒക്കെ പെട്ട് നമ്മൾ ബന്ധം വിരസമാക്കിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് എനിക്ക് ആദ്യം നിങ്ങൾക്ക് തരാനുള്ളത്. അങ്ങനെ ആയിക്കഴിയുമ്പോൾ ലൈഫ് ശരിക്കും മെക്കാനിക്കലായി പോകുമോ അല്ലേ. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. ലൈഫ് മെക്കാനിക്കൽ ആവരുത്, യാന്ത്രികമാകരുത് അല്ലേ. എന്നും ഒരു ഭയങ്കര എനർജി ഉണ്ടാവണം, എപ്പോഴും ഒരു സന്തോഷം ഉണ്ടാവണം, ഒരു പ്രണയം ഉണ്ടാവണം ഭാര്യയ്ക്ക് ഭർത്താവിനോടും ഭർത്താവിന് ഭാര്യയോടും. ഫസ്റ്റ് പോയിന്റ് സമയമാണ്. നിങ്ങൾ സമയം ചെലവഴിക്കൂ ഭാര്യയുടെ കൂടെ, ഭർത്താവിൻ്റെ കൂടെ. രണ്ടാമത്തെ പോയിന്റ് വളരെ കോമൺ ആയിട്ട് കാണുന്ന ഒരു പോയിൻ്റാണ് ആശയവിനിമയം, കമ്മ്യൂണിക്കേഷൻ. എല്ലാ ദിവസവും പരസ്പരം സംസാരിക്കാതിരിക്കുന്ന ഒരുപാട് കപ്പിൾസിനെ ഞാൻ കാണുന്നുണ്ട്. അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പരസ്പരം സംസാരിക്കുന്നതിനേക്കാൾ സംസാരിക്കാതിരിക്കുന്നതാണ് സമാധാനമെന്നാണ് അവരുടെ എല്ലാവരുടെയും കൺക്ലൂഷൻ എന്നോട് പറയാം. ശരിക്കും അങ്ങനൊരു തീരുമാനം എടുക്കുന്ന കപ്പിളിൻ്റെ ഇടയിൽ സംഭവിക്കുന്നത് എന്താണ്? എന്തുകൊണ്ടായിരിക്കും ആ സമാധാനം, മിണ്ടാതിരിക്കുന്നതിലാണ് സമാധാനം എന്നവർക്ക് ഫീൽ ചെയ്യുന്നത് അല്ലെ. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത് വഴക്കിൽ വന്ന് അവസാനിക്കുമ്പോൾ. എന്തുകൊണ്ടാണ് വഴക്കിൽ വന്ന് അവസാനിക്കുന്നത്? പല റീസൺസ് ഉണ്ടാവും അല്ലേ. ഒന്നുകിൽ വളരെ സെൽഫിഷായിട്ട് സ്വന്തം സ്വാർത്ഥതയിൽ മാത്രം സംസാരിക്കുന്ന പങ്കാളിയായിരിക്കാം. അതുമല്ലെങ്കിൽ സംസാരിക്കുന്നത് മുഴുവൻ തീർത്ത് കേൾക്കാൻ നിൽക്കാതെ ഉത്തരം പറയുന്ന പങ്കാളിയായിരിക്കാം. ഇതുമല്ലെങ്കിൽ നമ്മൾ സത്യസന്ധമായി വളരെ ഓപ്പണായി വളരെ സ്നേഹത്തോടു കൂടി ചേർത്ത് പിടിച്ച് പറഞ്ഞ പല കാര്യങ്ങളും പിന്നീട് എപ്പോഴോ നനച്ചിരിക്കാത്ത നേരത്തെന്നൊക്കെ പറയുന്ന പോലെ തിരിച്ചൊരടിയായിട്ടൊക്കെ വന്ന് വീഴുന്ന പങ്കാളികളുണ്ടാവും അല്ലേ. ഇങ്ങനെയുള്ള പല റീസൺസ് ഉള്ളതുകൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് അവർ സ്റ്റോപ്പ് ചെയ്യുന്ന കുടുംബങ്ങളെ എനിക്കറിയാം. തീരെ സംസാരിക്കുന്നില്ലാത്ത കുടുംബങ്ങളെ. അങ്ങനെ എത്ര നാൾ ആ ഒരു രീതിയിൽ ബന്ധം കൊണ്ടുപോകാൻ സാധിക്കും?
എത്ര നാൾ നമുക്കത് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും? ഒന്ന് ആലോചിച്ച് നോക്കിക്കേ, അല്ലേ? അപ്പോൾ ഈ കമ്മ്യൂണിക്കേഷൻ നിങ്ങൾ വളരെ വളരെ പോസിറ്റീവായിട്ട് എൻഡ് ചെയ്യണം. സത്യസന്ധവും മനസ്സ് തുറന്നുമായിട്ട് നമുക്ക് സംസാരിക്കാനായിട്ടുള്ളൊരു ഫ്രീഡം, ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ബന്ധത്തെ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ സാധിക്കും, ഒരു ഭാര്യ ഭർത്താവിൻ്റെ ഇടയിൽ പ്രത്യേകിച്ച്. അപ്പോൾ തനിക്ക് എന്തും പറയാൻ പറ്റുന്ന ഒരു പങ്കാളിയാണ് എൻ്റെ പങ്കാളി എന്നൊരു ചിന്ത നമ്മുടെ ലൈഫിനെ കുറേയും കൂടെ ബ്യൂട്ടിഫുൾ ആക്കൂടാ. സോ അതോടൊപ്പം ആ സംസാരങ്ങളിൽ വല്ലപ്പോഴും ഒക്കെ അല്ലെങ്കിൽ പലപ്പോഴും കുറച്ചൊക്കെ പൈങ്കിളി കൊണ്ടുവരാന്നേ. ആ പൈങ്കിളിത്തരം നമുക്ക് നമ്മുടെ ഹസ്ബൻഡിനോടും വൈഫിനോടും അല്ലാതെ മറ്റെവിടെ പോയിട്ടാണ് പറയാൻ പറ്റുക, അല്ലേ? മറ്റെവിടെ പറഞ്ഞാലും അതിനധികം ആയുസില്ല. ഇത് ഒരുപാട് ലൈഫുള്ളതാണ്. നമ്മൾ ജീവിതം ഒരുമിച്ച് കൊണ്ടുപോകുന്ന അത്ര നാളും നമുക്കവിടെ ഭയങ്കര റൊമാൻറ്റിക് ആവാനും ദർ ഇസ് നോബഡി ടു ജഡ്ജസ്, ആരും നമ്മളെ വിലയിരുത്താൻ പോകുന്നില്ല, അല്ലേ? സോ നിങ്ങളുടെ ആശയവിനിമയം നിങ്ങൾ സ്ട്രോങ് ആക്കുക, വാക്കുകളിലും സ്നേഹം നിറയ്ക്കുക. നിങ്ങളുടെ മാറ്റം നിങ്ങൾ പരസ്പരം ആശയവിനിമയത്തിലുള്ള മാറ്റം പരസ്പരം റെസ്പെക്റ്റോടുകൂടി കൊണ്ടുവരാൻ ശ്രമിക്കുക. മറ്റേയാളെ താഴ്ത്തി പറഞ്ഞുകൊണ്ടോ അയാളുടെ കുറ്റങ്ങൾ മാത്രം എടുത്ത് പറഞ്ഞതുകൊണ്ടോ ഒരിക്കലും ബന്ധത്തിൽ നമുക്ക് പ്രണയം കൊണ്ടുവരാനോ സ്നേഹം കൊണ്ടുവരാനോ സാധിക്കില്ല. സോ നിങ്ങൾ ആ ഒരു പോസിറ്റീവായിട്ടുള്ള ആശയവിനിമയത്തിലേക്ക് വഴിമാറുക. മൂന്നാമത്തെ പോയിൻ്റ്, പുതുമ കൊണ്ടുവരിക. എല്ലാം പെട്ടെന്ന് ബോറടിക്കുന്ന ഒരു കാലത്തിലാണല്ലോ, ബിക്കോസ് എല്ലാം ഒരുപാട് കാര്യങ്ങൾ കൂടുതലായി ഇങ്ങനെ കണ്ടുപിടിച്ച് വരികയാണ്. അതിപ്പം എന്തും ആയിക്കോട്ടെ, സോഷ്യൽ മീഡിയയിലായിക്കോട്ടെ, ലൈഫിലായിക്കോട്ടെ, റിയൽ ലൈഫിലായിക്കോട്ടെ, ഒരുപാട് ഇന്നൊവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിനനുസരിച്ച് നീങ്ങുന്ന നമുക്കൊക്കെ പെട്ടെന്ന് ബോറടിക്കും. അതായത് പുതിയ പുതിയ കാര്യങ്ങൾ അവൈലബിൾ ആയതുകൊണ്ട് പഴയ കാര്യങ്ങൾ നമുക്ക് പെട്ടെന്ന് ബോറടിക്കും. അപ്പോൾ പുതുമ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കൊണ്ടുവരേണ്ടത് വളരെ അത്യാവശ്യമായിട്ടുള്ള കാലഘട്ടത്തിലാണോ നമ്മൾ ജീവിക്കുന്നത്. സോ അത് ശരിക്കും മാറ്റങ്ങൾക്ക് തുടക്കമിടും, നല്ല ഓർമ്മകൾ നിങ്ങൾക്ക് സമ്മാനിക്കും. അപ്പോൾ പുതിയ പുതിയ കാര്യങ്ങൾ നിങ്ങൾ ട്രൈ ചെയ്യുക. അതായത് നിങ്ങളുടെ ഡെയിലി റുട്ടീൻ എന്നും ഒരുപോലെ കണ്ടിന്യൂ ചെയ്യുന്നതിനോട് ഞാൻ ഒരിക്കലും സപ്പോർട്ട് ചെയ്യില്ല, താല്പര്യപ്പെടില്ല. പകരം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങൾ നിങ്ങളുടെ റുട്ടീൻസ് മാറ്റുക. എല്ലാ വീക്കെൻഡും ഒരുപോലെ നിങ്ങൾ ചിലവാക്കാതിരിക്കുക സമയം. എല്ലാ വീക്കെൻഡിലും ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക, എക്സൈറ്റിംഗ് ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ പാർട്ട്ണറിനെ ഹാപ്പി ആക്കുന്ന രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. നിങ്ങളുടെ പാർട്ട്ണറിനെ വാല്യൂ ചെയ്യുന്ന രീതിയിലുള്ള ഐഡിയാസ് നിങ്ങൾ കൊണ്ടുവരിക. ആ കംഫേർട്ട് സോൺ ഉണ്ടല്ലോ, നമ്മൾ ഭാര്യ ഇരിക്കാതെ ഭർത്താവിന് മറ്റൊരു കംഫേർട്ട് സോൺ, അത് സുഹൃത്തുക്കളായിക്കോട്ടെ, മറ്റ് കുടുംബാംഗങ്ങളായിക്കോട്ടെ, ആരായാലും അതൊരിക്കലും ശരിയല്ല. തിരിച്ചും ഭർത്താവ് ഇരിക്കെ ഭാര്യയ്ക്ക് മറ്റൊരു കംഫേർട്ട് സോൺ, അത് ആരും ആയിക്കോട്ടെ, എനി റിലേഷൻഷിപ്പ്, അതൊരിക്കലും ശരിയായ രീതിയല്ല. പരസ്പരം നമ്മളായിരിക്കണം കംഫർട്ട്, അല്ലേ? എനിക്ക് എൻ്റെ ഭർത്താവിന് ഞാനും ആയിരിക്കണം കംഫർട്ട്. ആ രീതിയിലേക്ക് നിങ്ങൾ പുതിയ കാര്യങ്ങൾ ഒന്നിച്ച് പഠിക്കുക, ഒന്നിച്ച് ചെയ്യുക. നല്ല ബന്ധങ്ങൾക്ക് ഇതെല്ലാം ഒരു കാരണമാണ്. ഇനി നാലാമത്തെ പോയിൻ്റ്, പ്രചോദനം. പരസ്പരം എല്ലാ കാര്യങ്ങളിലും നിങ്ങൾ പ്രചോദനം നൽകണം, പ്രോത്സാഹിപ്പിക്കണം, അല്ലേ? നീ അത് ചെയ്യുക, നിനക്ക് കഴിയും, പോസിറ്റീവായിട്ട് പ്രചോദിപ്പിക്കുക. സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും ഒക്കെ പരസ്പരം പങ്കുവയ്ക്കുമ്പോൾ തല്ലിക്കെടുത്താതെ, അവഗണിക്കാതെ, പുച്ഛിച്ച് കളയാതെ നിനക്ക് കഴിയും, നിനക്ക് അത് ചെയ്യാനായിട്ട് നിന്നേക്കാൾ കഴിവുള്ള ആരാ ഉള്ളത്, നിനക്കതിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട്, എൻ്റെ എല്ലാ പിന്തുണയും നിനക്കുണ്ട്. ഭാര്യയ്ക്ക് ഭർത്താവിനോടും പറയാം, ഭർത്താവിന് ഭാര്യയോടും പറയാം. നിങ്ങൾ നോക്കിക്കോ, ഇങ്ങനെയൊക്കെ ഒന്ന് നിങ്ങൾ സംസാരിച്ച് കഴിയുമ്പോൾ അദ്ദേഹത്തിലുള്ള സ്കില്ല്, അത് ഭാര്യ ആയിക്കോട്ടെ ഭർത്താവ് ആയിക്കോട്ടെ, അവരാഗ്രഹിക്കുന്നത് നേടിയെടുക്കാൻ അവരുടെ സ്കില്ല് ഉപയോഗിക്കുന്ന രീതികളൊക്കെ ഇറ്റ് വിൽ ബി മാർവലസ്. നിങ്ങളുടെ ലൈഫ് രക്ഷപ്പെടില്ലേ? അങ്ങനെയൊക്കെ നിങ്ങളൊന്ന് ശ്രമിച്ച് നോക്ക്. കൂടുതൽ വിശ്വാസവും ധൈര്യവും ഇങ്ങനെ പ്രചോദനം നൽകുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഇടയിൽ വളർന്നു വരും. അതുപോലെ അഞ്ചാമത്തെ പോയിൻ്റ്, വളരെ പോസിറ്റീവായിട്ട് നിങ്ങൾ സംസാരിക്കുക. പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ഇടപെടുക. നെഗറ്റിവ്സും ദുരന്തവും സങ്കടങ്ങളും വിഷമങ്ങളും ഒന്നുമില്ലാത്ത ഒരു മനുഷ്യൻ്റെ ലൈഫും ഇല്ല. ഇതൊക്കെ ലൈഫിൽ വരും. ഇതൊന്നും നമുക്ക് തുടച്ച് നീക്കി മാറ്റി വെച്ച് സന്തോഷം മാത്രം നിറയ്ക്കാനൊന്നും സാധിക്കില്ല. പക്ഷെ ആ സങ്കടങ്ങളിലും ആ ദുഃഖങ്ങളിലും ഒരു പോസിറ്റിവിറ്റി കൊണ്ടുവരാൻ നമുക്ക് സാധിച്ചാൽ, ചേർത്ത് പിടിച്ചൊന്ന് ഒരു കരുണയോടുകൂടിയുള്ളൊരു നോട്ടം, അതൊരു പോസിറ്റീവാണ്. മനസ്സിലായ? മറ്റേ ആളൊന്ന് തകർന്നിരിക്കുമ്പോൾ, അല്ലെങ്കിൽ ഓഫീസിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളോടുകൂടി ആ ഒരു ഹെക്റ്റിക് ഓഫീസ് ലൈഫിൽ നിന്ന് തിരിച്ച് വീട്ടിൽ വന്നിരിക്കുമ്പോൾ, അത് ഭാര്യ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഭർത്താവായിക്കോട്ടെ, ഒന്ന് പോയി തലയൊന്ന് മസാജ് ചെയ്ത് ഒന്ന് ചേർത്ത് പിടിച്ച്
ഇറ്റ്സ് ഓക്കെ, യു ക്യാൻ ഡൂ ദിസ്, ഐ എം വെരി പ്രൗഡ്, എനിക്ക് ഭയങ്കര അഭിമാനമാണ് നീ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട്, നീ നിൻ്റെ ലൈഫ് എങ്ങനെയോ ബാലൻസ് ചെയ്യുന്നുണ്ട്, എത്ര ഹാപ്പി ആയിട്ടാണ് നീ കാര്യങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പരസ്പരം നിങ്ങൾ കുറച്ച് വേർഡ്സ്, പോസിറ്റീവായിട്ടുള്ള വേർഡ്സ് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സന്തോഷമായിരിക്കും ഉണ്ടാവുക അല്ലേ. ആ പ്രണയം അവിടെ വീണ്ടും ജനിക്കുകയാണ്. കേൾക്കുന്ന പ്രിയപ്പെട്ട ആളുകൾ മനസ്സിലാക്കണം, ആ പ്രണയം ജനിക്കണം, ആ പ്രണയം ജനിച്ചുകൊണ്ടേയിരിക്കണം. നിങ്ങളുടെ ഇടയിൽ പൈങ്കിളി സംസാരങ്ങൾ ഉണ്ടാവണം, റൊമാൻറ്റിക് സംസാരങ്ങൾ ഉണ്ടാവണം. ഇതിന് പ്രായം ഒരു പരിധിയേ അല്ല കേട്ടോ. ഇത് 20s കുട്ടികൾക്കുള്ള കാര്യങ്ങളല്ല ഞാൻ പറയുന്നത്, ഇത് 60s ആളുകൾക്കും ഒരേപോലെ ആപ്ലിക്കബിളാണ്. അത്ര അധികം നിങ്ങൾ പ്രണയിക്കൂ, നല്ല പോലെ പ്രണയിക്കൂ. നല്ല പോലെ പ്രണയിച്ച് നല്ല ഹെൽത്തി റിലേഷൻഷിപ്പിൽ ഉണ്ടാവുന്ന കുഞ്ഞുങ്ങൾ വളരെ മെൻ്റലി ഹെൽത്തി ആയിരിക്കും എന്നാണ് പഠനങ്ങൾ തെളിയിക്കുന്നത്. സോ ലവ് യുവർ സ്പൗസ് ലവ് യുവർ സ്പൗസ് വെരി സ്പൈസ്ലി. ഓക്കെ, താങ്ക് യു സോ മച്ച്.